Welcome to NRI World. വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വിസ നിയമങ്ങളിൽ അടുത്തിടെ വന്ന മാറ്റം വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. ജുബി റിച്ച് കൺസൾട്ടൻസി സിഇഒ ഇതേക്കുറിച്ച് പറയുന്നത് എന്തെന്ന് നോക്കാം. So students started exploring or preferring other countries like Germany, France, Ireland, New Zealand അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും ആ രാജ്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്ത് തുടങ്ങിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനർത്ഥം UK, USA, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് സ്റ്റുഡൻസ് പോകുന്നില്ല എന്നുള്ളതല്ല. ഈ ഒരു 4-5 പോപ്പുലർ കൺട്രീസ് കൂടാതെ മറ്റ് രാജ്യങ്ങളിലേക്കും സ്റ്റുഡൻസിന്റെ ഷിഫ്റ്റ് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദി affordability, due to the eligibility for the visa requirements, or in terms of job prospects or PR prospects അല്ലെങ്കിൽ wide exposure. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് സ്റ്റുഡൻസ് മറ്റ് ഡെസ്റ്റിനേഷൻസ് പ്രിഫർ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇനി ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 2024 ഏകദേശം 7.6 ലാക്ക് സ്റ്റുഡൻസ് ആണ് ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിലേക്ക് സ്റ്റുഡൻറ് വിസയുടെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ദർ ഇസ് സ്റ്റിൽ എ സ്റ്റഡി ഡിമാൻഡ് ഫോർ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ. അടുത്തിടെ വിദ്യാഭ്യാസ വിസകളിൽ മാറ്റം വന്നിരുന്നു. ഈ മാറ്റം വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. H1B വിസ നിയമങ്ങളിൽ മാറ്റം വന്നതിനാൽ US വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. H1B വിസയിൽ ഉണ്ടായിരുന്ന അൺസർട്ടനിറ്റിക്കും US ഗവൺമെന്റ് ഓൾറെഡി ഒരു ക്ലാരിഫിക്കേഷൻ തന്നു കഴിഞ്ഞു. ഇന്ത്യൻ ഗ്രാജുവേറ്റ്സിന് ഒരു രീതിയിലും അത് എഫക്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. നേരെ മറിച്ച് H1B വിസയിലേക്ക് നേരിട്ട് പോകുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് എംപ്ലോയർ ഈ ഒരു വൺ ടൈം പേയ്മെന്റ് ആയിട്ടുള്ള $1 lakh ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടി വരുന്നത്. വിച്ച് മീൻസ് ഇപ്പോഴും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ US ഗവൺമെന്റ് വെൽക്കം ചെയ്യുന്നുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ US ഗവൺമെന്റ് തന്നിരിക്കുന്നതും ഈ ഒരു പേയ്മെന്റ് അവർക്ക് ആപ്ലിക്കബിൾ ആവാതെ വന്നിരിക്കുന്നതും. വിസ നിയമങ്ങളിൽ വന്ന മാറ്റം വിദേശ വിദ്യാഭ്യാസത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നുണ്ടോ? US സ്റ്റേറ്റ് ഗവൺമെന്റ് റീസെൻ്റ്ലി കൊണ്ടുവന്ന കുറച്ച് വിസ പോളിസീസിലുള്ള ചേഞ്ചസ്, മെയിൻലി റിഗാർഡിംഗ് ദി സോഷ്യൽ മീഡിയ സ്ക്രീനിങ്, അതിൻ്റെ ഭാഗമായിട്ട് വിസ അപ്പോയിൻമെൻറ്റ് സ്ലോട്ട്സ് മെയ് 2025 ഹോൾഡ് ചെയ്തിരുന്നു. അത് നേരിയ തോതിൽ സ്റ്റുഡൻസിനെ ഇമ്പാക്ട് ചെയ്തത് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും USA എന്ന് പറയുന്നത് അന്നും ഇന്നും നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ വളരെ ഒരു പോപ്പുലർ ആയിട്ടൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇൻ ടേംസ് ഓഫ് റിസർച്ച് ക്വാളിറ്റി, അൺമാച്ച്ഡ് റിസർച്ച് ക്വാളിറ്റി, STEM പ്രോഗ്രാംസ്, ഗ്ലോബൽ എക്സ്പോഷർ, ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ USA ഓൾവേസ് റിമെയിൻസ് വൺ ഓഫ് ദ പോപ്പുലർ ഡെസ്റ്റിനേഷൻ എമംഗ് ഇന്ത്യൻ സ്റ്റുഡൻസ്. ന്യൂസിലാൻഡിലേക്ക് പോകുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരികയാണോ? നിലവിലെ നിയമം അനുസരിച്ച് ന്യൂസിലാൻഡിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കാൻ പോകുന്നൊരു കാൻഡിഡേറ്റിന് 5 പോയിന്റ് ആണ് യോഗ്യതയായിട്ട് ലഭിക്കുന്നത്. നേരെ മറിച്ച് ഓഗസ്റ്റ് 2026 വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ 5 പോയിന്റ് എന്നുള്ളത് 6 പോയിന്റ് ആയിട്ടാണ് ഇമിഗ്രേഷൻ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം സ്കിൽഡ് മൈഗ്രന്റ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള നേരിട്ടുള്ള യോഗ്യതയാണ് ഇതുവഴി അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റിന് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ളൊരു നിയമമാണ് ഇമിഗ്രേഷൻ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. GCC രാജ്യങ്ങൾ മലയാളികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ്. വിദ്യാഭ്യാസത്തിനായി നിരവധി പേരാണ് ഇവിടേക്ക് പോകുന്നത്. 2023 കേരള മൈഗ്രേഷൻ സർവേയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മലയാളികൾ അല്ലെങ്കിൽ കേരളൈറ്റ്സ് മൈഗ്രേറ്റ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് GCC കൺട്രീസിലേക്ക് തന്നെയാണ്. ഫോളോഡ് ബൈ കൺട്രീസ് ലൈക്ക് UK, യൂറോപ്പ്, USA ആൻഡ് സോ ഓൺ.
ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം വരുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും ഒരുപോലെ ബാധിക്കും. ധവളപത്രത്തിൽ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ പ്രാബല്യത്തിലാകുന്നതോടെ തൊഴിലാളികളുടെ കുടിയേറ്റം കഠിനമാകും. 2025 ജൂലൈ 22 മുതൽ UK ഗവൺമെന്റ് സ്കിൽഡ് വർക്കർ വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന ജോലികളുടെ എണ്ണം കുറച്ചിരുന്നു. അതുകൊണ്ടുതന്നെ വിദേശ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വിസയുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തു. പുതുക്കിയ പട്ടിക 2026 വരെ നിലനിൽക്കും. UK-യിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന ആളുകൾക്ക് അവരുടെ പഠനം പൂർത്തിയാക്കിയ ശേഷം 18 മാസം വരെ തുടരാനേ ഇനി കഴിയൂ. PhD പഠനം പൂർത്തിയാക്കുന്നവർക്ക് 36 മാസം വരെ നിൽക്കാം. നേരത്തെ വിദ്യാർത്ഥികൾക്ക് 2 വർഷം വരെ ലഭിക്കുമായിരുന്നു. ജനുവരി 8 മുതൽ സ്കിൽഡ് വർക്കർ, സ്കെയിൽ അപ്പ്, ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസകൾക്കുള്ള അപേക്ഷകൾക്ക് B2 ഇംഗ്ലീഷ് ആവശ്യമാണ്. ഇനി മുതൽ നേരത്തെ ഉണ്ടായിരുന്ന B1-നേക്കാൾ ഉയർന്ന സ്കോർ വേണം. ലോകത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ അതിവേഗം മുന്നേറുകയാണ് UAE. ദുബായിൽ ഹോട്ടൽ മുറികളുടെ എണ്ണം കുതിച്ചുയരുകയാണ്. രാജ്യത്തുടനീളം 23,000-ലേറെ പുതിയ ഹോട്ടൽ മുറികളാണ് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ളതെന്ന് പ്രമുഖ ആഗോള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയായ നൈറ്റ് ഫ്രാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ആതിഥേയ മേഖലയിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 11,500 മുതൽ 34,500 വരെ പുതിയ ജോലികൾ ഉണ്ടാകുമെന്നാണ് നൈറ്റ് ഫ്രാങ്കിന്റെ പ്രവചനം. ഹൗസ് കീപ്പിംഗ്, ഭക്ഷണപാനീയ വിഭാഗം, സ്പാ എന്നീ ജോലികൾ ഇതിൽ ഉൾപ്പെടുന്നു. അവസാനത്തോടെ 2.2 കോടി വിനോദസഞ്ചാരികൾ ദുബായ് സന്ദർശിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. വിപണിയിലെ ഈ മാറ്റം പ്രാദേശിക സ്ഥാപനങ്ങളെയും രാജ്യാന്തര ഫണ്ടുകളെയും ഉൾപ്പെടെ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കും. ഇന്ത്യയിലെ ബാങ്ക് പ്രവാസികൾക്ക് പണമിടപാട് പരിധി ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചു. എന്നാൽ ഗൾഫ് രാജ്യത്തെ പ്രവാസികളെ ഇത് ബാധിക്കില്ല. UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ബാങ്കുകൾ, എക്സ്ചേഞ്ച് ഹൗസുകൾ, ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള പണം കൈമാറ്റങ്ങൾ പൂർണ്ണമായും തടസ്സമില്ലാതെ തുടരും.
ഇന്ത്യൻ ബാങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരിധികളോ തടസ്സങ്ങളോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. SBI ഏർപ്പെടുത്തിയ പരിധി പ്രാദേശികവും താൽക്കാലികവും മാലിദ്വീപിന് മാത്രമുള്ളതുമാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഇത് ബാധകമല്ല. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. UAE-യിലെ ബാങ്ക് വായ്പകൾക്ക് കൂട്ടുപലിശ ഈടാക്കുന്നത് ഫെഡറൽ സുപ്രീം കോടതി നിരോധിച്ചു. വായ്പയെടുത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. സൗദിയിൽ വീട്ടുജോലിക്കാരുടെ പക്കൽ നിന്നും റിക്രൂട്ട്മെന്റ് ഫീസ് ഈടാക്കിയാൽ തൊഴിലുടമകൾ കുടുങ്ങും. 20,000 റിയാൽ വരെ പിഴയും വിലക്കുമാണ് ശിക്ഷ. സൗദിയിൽ വിനോദസഞ്ചാര മേഖലയിലെ നിയമലംഘനങ്ങൾക്ക് 25,000 റിയാൽ വരെ പിഴ ഈടാക്കും. ടൂറിസം മേഖലയിൽ നിയമലംഘനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ടൂറിസം മന്ത്രാലയം നിയമം കർശനമാക്കിയത്. അബുദാബിയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ ജോലി കാര്യക്ഷമമാക്കുന്നതിന് ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നു. ഇമറാത്തി വർക്ക് പാക്കേജ് പ്ലാറ്റ്ഫോമിൽ തൊഴിലുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഏകജാലക സംവിധാനത്തിൽ ലഭ്യമാകും. ഒമാനിൽ സെൻട്രൽ നമ്പർ പോർട്ടബിലിറ്റി സിസ്റ്റം വരുന്നു. ഗുണഭോക്താക്കൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ മൊബൈൽ നമ്പർ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ഓപ്പറേറ്ററിലേക്ക് മാറാം. ദുബായിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഹോട്ടലുകൾക്ക് 2 വർഷം ഫീസ് ഇളവ് പ്രഖ്യാപിച്ചു. ഹോട്ടൽ മുറികൾക്ക് ദുബായ് മുനിസിപ്പാലിറ്റി ഈടാക്കുന്ന റൂം ഫീസും ടൂറിസം വകുപ്പ് ഈടാക്കുന്ന നികുതിയും 2 വർഷത്തേക്ക് വാങ്ങില്ല. UAE-യിൽ മാധ്യമ ഉള്ളടക്കം നിരീക്ഷിക്കാൻ ആമേൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. പൊതുജനങ്ങൾക്ക് അഭിപ്രായം പങ്കുവയ്ക്കാമെന്ന് UAE മീഡിയ കൗൺസിൽ അറിയിച്ചു. UAE-യിൽ ചെറുകിട ഇടത്തരം സംരംഭകരുടെ ട്രേഡ് മാർക്ക് ഫീസിൽ 50% ഇളവ്. ഭിന്നശേഷിയുള്ള സംരംഭകരെ ട്രേഡ് മാർക്ക് സേവന ഫീസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. ബൈക്ക് ഡെലിവറി റൈഡർമാർക്ക് ദുബായ് റോഡുകളിലെ അതിവേഗ പാതകൾ ഉപയോഗിക്കുന്നതിന് വിലക്ക്. നവംബർ 1 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അബുദാബിയിൽ അൽ ദഫ്ര ഫെസ്റ്റിവൽ ഒക്ടോബർ 27-ന് ആരംഭിക്കും. 17 പൈതൃക മത്സരങ്ങൾക്ക് പുറമെ ഒട്ടക സൗന്ദര്യ മത്സരവും നടക്കും. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. മക്കാവു 3 ദ്വീപുകൾ ചേരുന്ന രാജ്യം. ചൈനയിലെ ആദ്യത്തെയും അവസാനത്തെയും യൂറോപ്യൻ കോളനി.
NRI വേൾഡിൽ അവസാനമായി ഡിഷസ്, പല നാടുകൾ പല രുചികൾ. ഫലാഫൽ, പരമ്പരാഗത ഇസ്രായേലി വിഭവത്തിന്റെ വിശേഷങ്ങൾ അറിയാം.